ഇപ്പോൾ നമ്മുടെ കൂടെ MLA IC ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീ IC ബാലകൃഷ്ണൻ, കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്താണെന്ന് മനസ്സിലാക്കുന്നു. പോളിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? എപ്പോഴാണ് വയനാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക? ഇല്ല, കളക്ടറുടെ പ്രത്യേക ഉത്തരവനുസരിച്ച് ഇപ്പോൾ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം 9:30 ആരംഭിച്ചു. ഏതാണ്ട് പോസ്റ്റ്മോർട്ടം കഴിയാറായി. ഈ ബോഡി ഇന്നിപ്പോ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രായോഗികമായ പ്രയാസമുണ്ട്. അവിടെ ഒന്നാമത് പാക്കം മേഖല ആനകളുടെ വലിയ വിളയാട്ടം നടക്കുകയാണ്. അപ്പൊ ബോഡി അവിടെ എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹലോ കേൾക്കാം. സ്വാഭാവികമായിട്ടും അടുത്തുള്ള വീട്ടുകാരൊക്കെ വരുമ്പോ ചിലപ്പോൾ ആനയുടെ ഇടയിൽ പെടണ്ട എന്നുള്ളത് കണ്ടുകൊണ്ട് രാവിലെ 7 മണിക്കാണ് ബോഡി ഇവിടുന്ന് എടുക്കുക. 7 മണിക്ക് ബോഡി അവിടെ 7 മണി വരെ സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകം റിക്വസ്റ്റ് കൊടുത്ത് ആ റിക്വസ്റ്റ് അനുമതിയോട് കൂടിയാണ് ബോഡി അവിടെ സൂക്ഷിക്കുന്നത്. രാവിലെ അവിടുന്ന് ഫ്രീസറോട് കൂടിയുള്ള ആംബുലൻസ് സൗകര്യത്തില് ബോഡി നാളെ നാട്ടിലേക്ക് എത്തിക്കും. ശ്രീ IC ബാലകൃഷ്ണൻ, വയനാട്ടിൽ നാളെ ഹർത്താലാണ്. ഒപ്പം തന്നെ ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ രണ്ടാമത്തെ ജീവനാണ് വയനാട്ടിലെ കാട്ടാനാക്രമണത്തിൽ തന്നെ പൊലിയുന്നത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധത്തെ എങ്ങനെയാണ് ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നത്? അല്ല, വലിയ ഭയാനകരമായ ദുഃഖകരമായ ഒരു സംഭവമാണിത്. ഇത് ഗൗരവത്തില്ലെങ്കിൽ വയനാട് ഇന്ന് ഒരു തുറന്ന ജയിലിൽ പോലെയാണുള്ളത്. കാരണം അജിയെ അപകടപ്പെട്ടു. അജിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു, ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല, അജി മരിച്ചു. അതോടൊപ്പം തന്നെ തോമസ് മെഡിക്കൽ കോളേജ് മാനന്തവാടി എത്തിച്ചു. തോമസിനെ കോഴിക്കോടേക്ക് റെഫർ ചെയ്തു. പാതി വഴിയിൽ വെച്ച് തോമസ് മരിക്കുന്നു. ഇപ്പൊ അവസാനമായി പോള് അവിടുന്ന് ആന ആക്രമിച്ചു. മാരകമായ പരിക്കോടുകൂടി മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. തിരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. പാതി വഴിന്ന് പോള് മരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബാഗേരിയുള്ള പ്രജേഷ് 36 വയസ്സുകാരൻ കടുവ ആക്രമിച്ച് മൃഗീയമായി ഭക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഭയാനകമായ വലിയ സംഭവ വികാസങ്ങളുണ്ട്. ഇക്കാര്യത്തില് ഫോറസ്റ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും ഇക്കാര്യത്തിൽ വനവകുപ്പ് മന്ത്രിയും വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ച് അടിയന്തരമായി ഇതിനെ തടയുന്നതിന് വേണ്ടി, മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സ്വത്തിന് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാകേണ്ടത്. ആ തീരുമാനങ്ങൾക്കാണ് ജനം കാത്തു നിൽക്കുന്നത്. ഇന്ന് വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്ക് കാൽനടയായിട്ട് പോകാൻ കഴിയുന്നില്ല. തൊഴിലുറപ്പുകാർക്ക് തൊഴിലുറപ്പ് പണിയെടുക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ ഡെവർ ടാപ്പിംഗ് ചെയ്യാൻ കഴിയുന്നില്ല. ക്ഷീര കർഷകർക്ക് അതിരാവിലെ പാല് കറന്ന് സൊസൈറ്റിയിൽ കൊടുക്കാൻ കഴിയുന്നില്ല. ഇന്ന് മുള്ളംകൊല്ലിയിൽ ഒരു കടുവ 10 ദിവസമായി 20 കിലോമീറ്റർ ഓട്ടമാണ് കടുവ. ആ കടുവയെ മയക്കുവടി വെച്ച് പിടിക്കാൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ MLA അടക്കം ഇരുന്ന ഉദ്യോഗസ്ഥർ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഓർഡർ വെക്കി. പക്ഷെ ഓർഡർ വെക്കെങ്കിൽ പോലും ആ കടുവ മയക്കുവടി വെക്കാനുള്ള ഓപ്പറേഷൻ നടത്താനുള്ള ടീമില്ല. ടീമെന്ന് അജിയെ കൊന്ന ആനയുടെ പുറകെ ഏതാണ്ട് 6-7 ദിവസമായി. അപ്പോ സ്റ്റാഫിന്റെ കുറവ് വയനാട് ജില്ലയിൽ വളരെ ഏറെയുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം മൃഗങ്ങൾ ഇറങ്ങി വരുന്ന മേഖലകൾ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് പരാജയപ്പെട്ടിരിക്കുക. ഐഡിയ കോളർ പിടിപ്പിച്ച ആന പോലും വന്നിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പാക്കം മേഖലയില്, ചേകാടി മേഖലയില് കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി ആന തന്നെ ഞാൻ നിയമസഭയിൽ പറഞ്ഞൊരു വിഷയമാണിത്. ഗവൺമെന്റ് ശ്രദ്ധ കൊണ്ടുവന്നൊരു വിഷയമാണിത്. അപ്പൊ ആ മേഖല എന്നും ആനയുള്ള മേഖല നടത്തി അതീവ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനാണ്. അത് എവിടെയാണ് വീഴ്ച വിടുന്നത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കണം, ഗവൺമെന്റ് പരിശോധിക്കണം. ഇന്ന് അജിയെ സംഭവിച്ചതുപോലെ തന്നെ പോളിന് സംഭവിക്കുമ്പോൾ പോൾ അവിടുത്തെ ഒരു ജീവനക്കാരനാ. ആ ജീവനക്കാരൻ എന്ന നിലയ്ക്ക് പോളിന്റെ അടുത്ത് ഒരു ആയുധമില്ല. പോളിന് മറിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആന അടുത്തോട്ട് വരുമ്പോൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പരാജയമാണ്. ഇത് വളരെ ഗൗരവത്തോടു കൂടിയ കാണും. ജനങ്ങൾ എടുത്ത നിലപാടുകളും പ്രതിഷേധങ്ങളും സ്വാഗതാർഹമാണ്. ഇങ്ങനെ പോയാൽ അതുകൊണ്ട് ഈ പ്രതിഷേധമാണ് ഇന്ന് UDF-ഉം LDF-ഉം BJP അടക്കം ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരേ നിലപാടുകളാണ് ഇക്കാര്യത്തിലുള്ളത്. അക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുകൾ ഗവൺമെന്റ് എടുക്കണം. വനവകുപ്പ് മന്ത്രി അടക്കം ഈ പ്രദേശം സന്ദർശിക്കണം. ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു, മന്ത്രിതലത്തിൽ
മന്ത്രിതലത്തിലൊരു ഉപസമിതി സന്ദർശിക്കണം. സന്ദർശിക്കണം. മാത്രമല്ല കോമ്പൻസേഷൻ, ഞങ്ങൾ കോമ്പൻസേഷന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പുച്ഛിക്കാതെ ആ കുടുംബമുണ്ടായ നഷ്ടം കോമ്പൻസേഷൻ എത്ര കൊടുത്താലും ഒരു മനുഷ്യജീവന് വിലമതിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വ്യക്തമായ നിലപാടെടുത്ത് ആ കുടുംബത്തെ പൂർണ്ണമായും സഹായിക്കാനുള്ള നടപടികളാണ് ഇതിന്റെ അകത്ത് ഉണ്ടാകേണ്ടത്. വന്യമൃഗങ്ങൾ പുറത്തിറങ്ങുന്നത്, ജനവാസ കേന്ദ്രങ്ങൾക്ക് ഇറങ്ങുന്നത് തടയാനുള്ള നടപടിയും അതിന്റെ അകത്ത് വളരെ കാതലായ തീരുമാനങ്ങളാണ് ഉണ്ടാകേണ്ടത്. കോടികൾ ഇവിടെ മുടക്കി ബ്ലോക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ റെയിൽ ഫെൻസിങ്ങും കൽമതിലുകളും ഹാങ്ങിങ് ഫെൻസിങ്ങും സോളാർ ഫെൻസിങ്ങും അതേപോലെ ആനക്കടങ്ങളൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിലൊക്കെ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇത്ര മേഖലകൾ ഉണ്ടാകുന്നതെന്ന കാര്യത്തിൽ കുറിച്ച് യാതൊരു തർക്കവുമില്ല. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീ IC ബാലകൃഷ്ണൻ ഈ നിമിഷത്തിൽ പ്രതികരണം അറിയിച്ചതിന്. വീണ്ടും